ഇതാണ് ഞാൻ പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രം. ഇത് ഏകദേശം ഒരു 100 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. ഇതിൻ്റെ സൈഡുകളിലെല്ലാം ഹോളുകൾ ഇട്ടിട്ടുണ്ട്, അടിയിലും അതുപോലെ തന്നെ അടിയിലും ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഞാനിത് തറയിലാണ് വെച്ചേക്കണം, വീടിന് പുറത്താണ് വെച്ചേക്കണം, മണ്ണിലാണ് വെച്ചേക്കണത്. അതിൻ്റെ പേരിൽ എനിക്ക് സ്ലേറി ആവശ്യമില്ല, അതിൻ്റെ പേരിൽ ഞാൻ ഡ്രമ്മിൻ്റെ അടിയിൽ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. സൺസൈഡിൻ്റെ അടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കമ്പോസ്റ്റ് പ്രക്രിയ കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് 4 കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എയർ കയറാൻ വേണ്ടി നമ്മളിവിടെ ഹോളുകൾ ഇട്ടേക്കണത്. രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് കാർബൺ, അതിനുവേണ്ടിയാണ് നമ്മൾ കരിയിൽ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തതാണ് നൈട്രജൻ, അത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, അത് നൈട്രജനായിട്ട് വരും. നാലാമത്തതാണ് നമുക്ക് വേണ്ടത്, അതായത് കമ്പോസ്റ്റ് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനോക്കുലം. ഇത് ഇമ്പാക്റ്റിൻ്റെ ഇനോക്കുലമാണ്. ഇത് 1 ലിറ്ററിന് 175 രൂപയാണ്. ഇത് ലിക്വിഡ് രൂപത്തിലാണ് വരുന്നത്. 1 ലിറ്റർ 175 രൂപ. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ചകിരിച്ചോറിൽ ബാക്ടീരിയ കടത്തി വിട്ടേക്കണ ഇനോക്കുലവും നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് വില കൊണ്ട് മുതലായി പോകുന്നില്ല. അതിന് പകരം ഞാനിപ്പോൾ നിലവിൽ അങ്ങോട്ട് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഇനോക്കുലത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് owdc ആണ്. ഇത് വേസ്റ്റ് ഡീകമ്പോസർ ആണ്. ഇത് ഞാൻ പാലക്കാടുള്ള ഒരു കർഷകനിൽ നിന്ന് നേരിട്ട് പോയി മേടിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ജൈവ ശർക്കരയും മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണ ഒരു ബോട്ടിലാണ് ഈ കാണുന്നത്. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചേക്കണേന് നമുക്ക് യൂസ് ചെയ്യാനും സുഖമാണ്. പിന്നെ ഞാനിതിൽ ചാണകപ്പൊടി ഉപയോഗിക്കാറുണ്ട്. അത് ഈർപ്പം നിലനിർത്താനും പിന്നെ ഒരു സമ്പൂർണ്ണ വളമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പിടി വെച്ചിട്ട് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ. പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് നല്ല ഒറിജിനൽ വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. ഇത് പൂത്തിട്ടുണ്ട്, ഒരാഴ്ച ഞാൻ മേടിച്ചിട്ട്. ഇത് എവിടെ നിന്നാണ് മേടിച്ചത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക, ബെല്ലടിച്ച് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക. നല്ലതാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട്. ഇത് പൂത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇത് പൂക്കത്തില്ല, കാരണം അതിൽ ഉപ്പ് ധാരാളം നിക്ഷേപിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ പൂക്കത്തില്ല. ഇത് ഒരാഴ്ചയായി മേടിച്ചിട്ട് നല്ല രീതിയിൽ പൂത്ത് പോയിട്ടുണ്ട്. നല്ല സാധനം അതിൻ്റെ പേരിലാണ് അത് പൂത്തിട്ടേക്കുന്നത്, കാരണം അതിൽ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല, അതിൻ്റെ പേരിലാണ് അത് പൂക്കാത്തത്. ഇത് റോക്ക് ഫോസ്ഫേറ്റ് ആണ്. ഇത് നമ്മൾ ഫോസ്ഫറസ് വളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊരു ജൈവവളം തന്നെയാണ്. ശരിക്കും ഇത് നമുക്ക് സമ്പൂർണ്ണ വളമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇത്ര സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ. അപ്പോൾ ഡ്രമ്മിൽ ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് മണ്ണ് നിക്ഷേപിക്കുക, അതിനുശേഷം കരിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീട്ടിൽ നമ്മൾ ഡെയിലി വരുന്ന വേസ്റ്റ്, അതായത് പച്ചക്കറിയുടെ വേസ്റ്റ്, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനോക്കുലോ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന WDCയോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കൂടുതലാകാൻ പാടില്ല. ഒരു 60% ഈർപ്പം അതിൽ ഉണ്ടാവണം, എന്നാലേ നമുക്ക് അതിലെ സൂക്ഷ്മജീവികൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി, അതായത് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രമ്മിൽ ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിറ്റേ ദിവസവും നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇടാവുന്നതാണ്. ഓരോ പ്രാവശ്യം പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുമ്പോഴും നമുക്ക് ഇതുപോലെ ഇനോക്കുലവോ അല്ലെങ്കിൽ WDCയോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 60% ഈർപ്പം നിലനിർത്തി പോവുക. ഈർപ്പം കൂടാനും പാടില്ല, അതേസമയം കുറയാനും പാടില്ല. പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ കുറച്ച് കരിയില ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇനോക്കുലവോ അല്ലെങ്കിൽ WDCയോ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ എല്ലാ വേസ്റ്റുകളും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കമ്പോസ്റ്റ് പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനായിട്ട് ഇത് സഹായിക്കും. കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർബണിൻ്റെ അളവാണ് കൂടുതലായിട്ട് വേണ്ടത്. അതായത് നമുക്ക് സൂക്ഷ്മജീവികൾക്ക് ഊർജ്ജം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് കാർബൺ ഉപയോഗിക്കുന്നത്. അതായത് കരിയില, അതുപോലെ തന്നെ ഉണക്ക ചാണകപ്പൊടി, ഇതൊക്കെ നമുക്ക് കാർബണിൻ്റെ ഇതിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നൈട്രജൻ. അതുപോലെ നൈട്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ്, അതുപോലെ തന്നെ പച്ചിലകൾ, ഇതൊക്കെ നൈട്രജൻ്റെ ഇതിൽ പെടുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഈർപ്പമാണ്. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു 60% നിലനിർത്തി പോവുക. പിന്നെ വേണ്ടത് നമുക്ക് വായുസഞ്ചാരമാണ്. അതിനിടയ്ക്ക് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ കാർബൺ വസ്തുക്കൾ മാത്രമായിട്ട് ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്ര നല്ല രീതിയിൽ വരണമെന്നില്ല. എപ്പോഴും കാർബണും നൈട്രജനും കൂടി ചേർന്ന് കറക്റ്റ് ലെവലിൽ വന്നാൽ മാത്രമേ നല്ല രീതിയിൽ കമ്പോസ്റ്റ് വരത്തുള്ളൂ. അതുപോലെ തന്നെ വായുസഞ്ചാരം, ഈർപ്പം, ഇതെല്ലാം നിലനിർത്തി പോന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമ്പോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എപ്പോഴും കൂടുതൽ വേണ്ടത് കാർബൺ വസ്തുക്കളായ കരിയില, അതുപോലെ തന്നെ ഉണക്ക ചാണകപ്പൊടി, ആ രീതിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് നൈട്രജനേക്കാളും കൂടുതൽ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 60% ഈർപ്പം നിലനിർത്തി പോകുന്നതിൻ്റെ പേരിൽ എനിക്ക് സ്ലേറി കിട്ടാറില്ല. ഇനി സ്ലേറി ഉണ്ടെങ്കിൽ തന്നെയും ഡ്രമ്മിൻ്റെ അടിയിൽ ഹോൾ ഇട്ടുണ്ട്, അത് നേരെ ഭൂമിയുടെ അടിയിലോട്ട് പോയിക്കോളും. ഇനി നിങ്ങൾക്ക് സ്ലേറി വേണമെങ്കിൽ ഡ്രമ്മിൻ്റെ അടിയിൽ ഒരു ടാപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ്.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡ്രമ്മ് വെക്കുമ്പോൾ മഴയോ വെയിലോ കിട്ടാത്ത രീതിയിൽ വേണം ഈ ഡ്രമ്മ് വെക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അടച്ച് സൂക്ഷിക്കാനും ശ്രമിക്കുക. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പുഴു വരാവുന്നതാണ്. ഇത് സോൾജർ ഫ്ലൈ ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പകുതി ജൈവമാലിന്യങ്ങൾ ഇവർ തിന്ന് കമ്പോസ്റ്റ് ആക്കി തരുന്നതാണ്. പിന്നെ വീട്ടിൽ കോഴി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്തിട്ട് കോഴികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ല പ്രോട്ടീൻ ഫുഡാണ്. ഈ ഡ്രമ്മിൻ്റെ സൈസ് വരുന്നത് 100 ലിറ്ററാണ്. ഇത് ഞാൻ 250 രൂപ റേറ്റിലാണ് മേടിച്ചത്. പിന്നെ ഈ 100 ലിറ്ററിൻ്റെ ഡ്രം എന്ന് പറയണമെങ്കിൽ ഏകദേശം 4 മാസം 5 മാസമൊക്കെ പിടിക്കും. കാരണം നമ്മൾ ഇടുന്ന ജൈവമാലിന്യങ്ങളെല്ലാം നല്ല രീതിയിൽ കമ്പോസ്റ്റായി മാറും. ഒരു പരിധി വരെയൊക്കെ നമ്മൾ സോൾജർ ഫ്ലൈ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾജർ ഫ്ലൈ തിന്ന് കമ്പോസ്റ്റാക്കി മാറ്റും. പിന്നെ നമ്മൾ അതിന് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാൻ ഉപയോഗിക്കുന്ന ഇനോക്കുലവും അതുപോലെ തന്നെ WDCയും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റാക്കി മാറാനായിട്ട് സഹായിക്കും. ഇത് ഞാനിപ്പോൾ ഒരു 4 മാസത്തിന് ശേഷം കമ്പോസ്റ്റ് ഈ ബിന്ന് നിറഞ്ഞതിന് ശേഷം കുടഞ്ഞിട്ടേക്കണ കമ്പോസ്റ്റാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഈ കമ്പോസ്റ്റ് നമുക്ക് കുറച്ച് ചകിരിച്ചോറോ അല്ലെങ്കിൽ ചാണകപ്പൊടി ചേർത്തോ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലോ അതില്ലെങ്കിൽ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഫലവൃക്ഷ തൈകളുടെ ചോട്ടിലോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതാണ് വേസ്റ്റ് ഡീകമ്പോസർ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് ഒത്തിരി കമ്പനികളുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് നല്ലത് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഗുണനിലവാരം ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഈ വേസ്റ്റ് ഡീകമ്പോസർ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ചെയ്യാൻ പോണത്. ഇതാണ് ഒറിജിനൽ വേസ്റ്റ് ഡീകമ്പോസർ. ഇത് ഞാൻ മേടിച്ചത് പാലക്കാട് ജില്ലയിലുള്ള ഒരു ജൈവ കർഷകനിൽ നിന്നാണ്. അദ്ദേഹം മേടിച്ചത് ഹരിയാനയിലുള്ള അമിത് മഹാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ നിന്നാണ്. അപ്പോൾ ഈ അമിത് മഹാലിൻ്റെ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഇട്ടേക്കാം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതാണ്. പിന്നെ എറണാകുളം ജില്ലയിൽ ഉള്ളവരാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 1 ലിറ്റർ വെച്ച് തരാം. അത് ഇരട്ടിപ്പിച്ചെടുത്താൽ മതി. 1 ലിറ്റർ 20 രൂപ. ഞാനിപ്പോൾ 200 ലിറ്ററാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 250 ലിറ്ററിൻ്റെ ഡ്രമ്മാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ജൈവ ശർക്കരയാണ്. രാസവസ്തുക്കൾ ചേരാത്ത ജൈവ ശർക്കര മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഞാൻ തലേ ദിവസം 200 ലിറ്റർ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 കിലോ ശർക്കര. അപ്പോൾ 200 ലിറ്ററിന് 2 കിലോ ശർക്കരയാണ്. 100 ലിറ്ററിനാണെങ്കിൽ 1 കിലോ ശർക്കര ഉപയോഗിക്കുക. ആ അളവിൽ നിങ്ങൾക്ക് 200 ലിറ്റർ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നില്ല. 10 ലിറ്ററും ആ രീതിയിൽ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഡ്രമ്മിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാനായിട്ട് നോക്കുക. ക്ലോറിൻ കലർന്ന വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ജൈവ ശർക്കര ഉപയോഗിക്കാൻ നോക്കുക. രാസവസ്തുക്കൾ ചേരാത്ത ശർക്കര ഉപയോഗിക്കാൻ നോക്കുക. നാടൻ പശുക്കളുടെ ചാണകത്തിൽ നിന്നും ഭാരത സർക്കാർ സ്ഥാപനമായ ദേശീയ ജൈവ കൃഷി കൗൺസിൽ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മ മിശ്രിതമാണ് വേസ്റ്റ് ഡീകമ്പോസർ. WDC ഒരു ജീവാണു വളമാണ്, എന്നാൽ ഒരു സമ്പൂർണ്ണ വളമല്ല. ഇതൊരു മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണിന്റെ കാര്യക്ഷമത കൂടുകയും അതുപോലെ തന്നെ ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും ഈ WDC സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പത്രപോഷണമായിട്ട് ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളിൽ കീടബാധ കുറയുന്നതായും അതുപോലെ തന്നെ പുഷ്പിക്കാനുള്ള കഴിവ് ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. അപ്പം നമ്മൾ വേസ്റ്റ് ഡീകമ്പോസർ ആ ബോട്ടിൽ പൊട്ടിച്ചു അതിലേക്ക് ഇട്ടതിന് ശേഷം ഇളക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള മരത്തിൻ്റെ കഷ്ണങ്ങളോ അതുപോലെ തന്നെ PVC പൈപ്പോ ഉപയോഗിക്കുക. എല്ലാ ദിവസവും 2 നേരം വെച്ചിട്ട് രാവിലെയും വൈകിട്ടും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇനോക്കുലത്തിന് പകരമായിട്ടാണ് ഞാൻ ഈ വേസ്റ്റ് ഡീകമ്പോസർ ഉപയോഗിക്കുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. മണ്ണിൽ ചേർത്തതിന് ശേഷം രാസവളങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒഴിച്ചതിന് ശേഷം ഈർപ്പം മണ്ണിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെക്കുക. ഒരു കോട്ടൺ തുണി ഇട്ടതിന് ശേഷം ഒരു കയറുകൊണ്ട് നല്ല രീതിയിൽ ഭദ്രമായിട്ട് കെട്ടിവെക്കാൻ ശ്രമിക്കുക. ഈച്ചയോ മറ്റോ കീടങ്ങളോ കയറാണ്ടിരിക്കാനായിട്ട് നല്ല രീതിയിൽ കെട്ടിവെക്കുക. ഇത് 3-ാമത്തെ ദിവസമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പതയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 7-ാമത്തെ ദിവസമാണ്. നമുക്കിത് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ പതയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണമാണ്, നല്ല കള്ളിൻ്റെ മണമായിരിക്കും കേട്ടോ ശരിക്കും ഇതിന്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. 7 ദിവസമായി. ഇത് ഞാൻ ആദ്യത്തെ ദിവസം ഡ്രമ്മിൽ നിന്ന് മാറ്റി വെച്ച വെള്ളമാണ്, അതായത് നമ്മൾ ഉപയോഗിച്ച ശർക്കര വെള്ളം. ഇതിപ്പോൾ 7-ാമത്തെ ദിവസം നമുക്ക് കിട്ടിയ WDC. ഇപ്പോൾ രണ്ടിൻ്റെ കളറ് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഒരു കള്ളിൻ്റെ കളറായിട്ടുണ്ട്. 7 ദിവസമായി. ഒരു അരിപ്പ് വെച്ചിട്ട് ഈ രീതിയിൽ അരിച്ചെടുക്കുക. അതിനുശേഷം ഈ സ്പ്രേ ബോട്ടിലേക്ക് ആക്കുക. ഓരോ തവണ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ തളിച്ചു കൊടുക്കാം.
നമുക്ക് ഇത് 7ാമത്തെ ദിവസത്തിന് ശേഷം നമുക്ക് 2 നേരം ഇളക്കണമെന്നില്ല. അതുപോലെ തന്നെ 7ാമത്തെ ദിവസം നമുക്ക് റെഡി ആയതിനു ശേഷം ഇത് നമ്മൾ ഒരു 3 ലിറ്ററോ 4 ലിറ്ററോ മാറ്റി വെക്കുക. കാരണം നമ്മുടെ അടുത്ത ഉപയോഗത്തിന് ഇത് ഉപയോഗിക്കാം. കാരണം നമ്മൾ പാല് തൈരാക്കുന്ന പോലെ നമുക്ക് ഇത് ഇരട്ടിച്ചെടുക്കാവുന്നതാണ്. ഒരു 3-4 ലിറ്റർ ഭദ്രമായിട്ട് ഒരു കുപ്പിയിൽ അടച്ചു വെക്കുക. നമുക്കിനി 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു 3 വർഷത്തോളം നമുക്കിത് കേടുകൂടാണ്ട് ഇരുന്നോളും. ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 10 ലിറ്റർ ആണെങ്കിൽ 10 ലിറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ 20 ലിറ്റർ ആണെങ്കിൽ 20 ലിറ്റർ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് പച്ചക്കറി തൈകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എടുക്കുന്നതിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഡ്രമ്മിൽ നടത്തിയിരിക്കുന്ന ഫലവൃക്ഷ തൈകളുടെ ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പത്രപോഷണം കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ചേർക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക.